രാത്രി 1 മണി 2 മണിക്ക് വരെയും ഭയങ്കര ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഒളിച്ച് നോക്കും, ഇതെന്താ കാണുന്നത് നോക്കുമ്പോ എന്താ പല ഷോട്ടുകളും. ഞാൻ പാതിരാത്രി ഇരുന്ന് കാണാൻ പറ്റിയ സാധനമാണത്. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മൊട്ട്. ബാച്ചലർ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇതെല്ലാം കൂടെ പറയുമ്പോ? ഇപ്പോഴും ബാച്ചിലർ ലൈഫ് അനുഭവിക്കുമ്പോ ഉണ്ടാവുന്ന അനുഭവം. ചെമ്പൻ ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ മൻബഹ എന്റെ വണ്ടിയുടെ അവിടെ നിന്ന് ചെമ്പന്റെ വണ്ടി അവിടെ മാറ്റിയിടണം. അപ്പൊ ചെമ്പൻ വന്നു വന്നു വന്നിട്ട് കുറച്ചേരം വർദ്ധന ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ അത്ര നേരം ഡൈവോഴ്സ് ചെയ്തു. ഇത് എന്റെ ഇന്റർവ്യൂ ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. തിരിച്ചു ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പറയും ഓക്കെ സോറി, തെറ്റാണ്, അമ്മ പറഞ്ഞ തെറ്റാണ്. എന്നാൽ അമ്മയ്ക്ക് അങ്ങനെ ഞങ്ങളോട് പറയാവോ എന്നൊക്കെ ചോദിക്കും. ഫുഡ് കഴിച്ചിട്ട് ഒന്നും കഴിക്കുന്നില്ല, ആ ടെൻഷനേ നമുക്കില്ല. വേണമെങ്കിൽ കഴിച്ചു, ഇല്ല കഴിക്കണ്ട, കഴിച്ചില്ലേ അത്രയും സന്തോഷം. പക്ഷെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ഷർട്ട് എടുത്തോണ്ട് വന്നപ്പോ ആദ്യം എടുത്ത് നോക്കുന്ന ബ്രാൻഡാ. ഇതാണ് ഇങ്ങനെ, അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നോട്. എനിക്കുണ്ടല്ലോ, ഞാൻ ദേഷ്യപ്പെട്ടു, പക്ഷെ ഭയങ്കര ദേഷ്യപ്പെടും. ഞാൻ വിഷമിച്ച ചേച്ചി ഒരു സെറ്റില് ആ ആർട്ടിസ്റ്റിനോട് അവസാനം സോറി പറയിപ്പിച്ച ആ ഒരു സംഭവം ഉണ്ടായില്ലേ ചേച്ചി? ഇത് വേറെ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ എന്താ സംഭവിക്കില്ല? ആ സിനിമ ഇറങ്ങുമായിരുന്നു ഉറപ്പായിട്ടും. കല്യാണത്തിന് മുമ്പ് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തണം. നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ കല്യാണത്തിൽ. ഏതൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യും നമ്മളെ? India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ഈ പാരന്റിംഗിൽ നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടോ ഏതെങ്കിലും കാര്യങ്ങളിൽ? ചില സമയത്തൊക്കെ ഉണ്ടോ? എന്താണ് ഒരു ഇൻസിഡന്റ് പറയൂ? ഫുഡിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട്. ഫുഡിന്റെ കാര്യമാണ്. ഞാൻ അത്യാവശ്യം എല്ലാം കഴിച്ചോട്ടെ എന്ന്, എല്ലാം പറഞ്ഞാൽ എപ്പോഴും കൊടുക്കണം എന്നല്ല, ഫുഡിന്റെ കാര്യത്തിലുള്ളൂ. എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് പറയും ചേച്ചി. അത്തരം കാര്യങ്ങൾ ജങ്ക് ഫുഡ്സ് ഒക്കെ, ജങ്ക് എനിക്ക് ഞാൻ പാനിക് ആവും ഇവർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോഴേക്കും. കാര്യം എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വൺസ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് അഡിക്ഷൻ തോന്നും നമുക്ക്, പിന്നെയും കഴിക്കണം. അല്ലെ വേറെ ആരെങ്കിലും കൊണ്ടുതരുമ്പോൾ ഇപ്പോഴും അത് ഇവർക്ക് ക്ലാസ്സിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഇവർ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാൻ അവിടൊക്കെ കയറി ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവർക്ക് കൊടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും കയറി റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ എനിക്കത് ടെൻഷനാണ്. കാര്യം ഞാൻ അതിന്റെ ഒരു വിക്ടിമാണ്. ഈ വക ജങ്കൊക്കെ കഴിച്ച് ഇപ്പൊ നമ്മൾ തടി കുറയ്ക്കാൻ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ എന്തെങ്കിലും അസുഖം വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇവർക്ക് ഇപ്പോഴും ഇവർ ഇതുവരെ ആന്റിബയോട്ടിക്കോ കാര്യങ്ങളോ എടുത്തിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട്. ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നിട്ടില്ല. ഇതൊക്കെ ഈ വക അനാവശ്യമായ ഫുഡുകളൊന്നും കഴിക്കാത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക്. മനസ്സിലായി ചേട്ടാ. ആ ബാച്ചലർ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇതെല്ലാം കൂടെ പറയുമ്പോ? ഇപ്പോഴും ബാച്ചിലർ ജീവിക്കണേ. അതെന്താണ് അങ്ങനെ പറഞ്ഞതിനകത്തുള്ള ഒരു പൊരുൾ എന്താണ്? പക്ഷെ ഇഷ്ടമുള്ളപ്പോ പക്ഷെ ട്രാവൽ ചെയ്യും, അത് ചെയ്യും, എവിടെ പോകും. പിന്നെ ഇപ്പം ഈ ആദ്യമൊക്കെ ഞങ്ങളെ കൂട്ടത്തില്ലായിരുന്നു, ഞങ്ങളെ അല്ല എന്നെ. ഇവര് വന്നേ പിന്നെ തന്നെ പോക്കായിരുന്നു. ആദ്യമൊക്കെ തന്നെ വണ്ടി എടുത്ത് തന്നെ ഞാൻ ഇവിടെ പോകുന്നു അവിടെ പോകുന്നു പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ഇല്ലല്ലേ ഞാൻ തന്നെ പോയിട്ട് വരാന്ന് പറഞ്ഞോട്ട് പോകും. ആദ്യമൊക്കെ ഈ അറേഞ്ച്ഡ് മാരേജിന്റെ ഒരു പ്രശ്നവും കൂടെയാണ്. ഞങ്ങൾ തമ്മിലൊന്ന് സിങ്ക് ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞപ്പം പിന്നെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എവിടെ പോയാലും ഇപ്പൊ ഞങ്ങളില്ലാതെ പോവാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടൻ ഈ വണ്ടി പ്രേമം ഏത് ലെവലാണ് ചേട്ടാ? അതായത് പുതിയ അതിന്റെ മുകളിലേക്ക് ഇനി ഒരു ലെവലില്ല. പണ്ടോട്ട് ചെറുപ്പത്തിലെ തൊട്ടിട്ടുള്ള ഒരു ഇതാണ്, അത് മാറ്റാൻ കുറച്ച് പാടാണ്. അതിപ്പോ ഏത് ലെവല്? ഇപ്പൊ ചേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി ഏതാ? വണ്ടി ഇപ്പൊ ഇവളൊരു റേഞ്ച് റോവർ എടുത്തു, അപ്പൊ അതുണ്ട്. ഇവളിലെ റേഞ്ച് റോവർ എടുത്തത് നമ്മൾ ഒരുമിച്ച് എടുത്തത് അങ്ങനല്ല. അല്ല ഏത് ലെവലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി 1 മണി 2 മണിക്ക് വരെയും ഭയങ്കര ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഒളിച്ച് നോക്കും, ഇതെന്താ കാണുന്നത് നോക്കുമ്പോ എന്താ ടയറിങ്ങനെ തിരിഞ്ഞു വരുന്നു, സ്റ്റിയറിങ് ഇങ്ങനെ കറക്കുന്നു, ഇങ്ങനെ പല ക്ലോസ് ഷോട്ടുകളും. ഞാൻ പാതിരാത്രി ഇരുന്ന് കാണാൻ പറ്റിയ സാധനമാണത്. ചേച്ചിക്കും അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നോ? പിന്നെ എന്താ ഈ റേഞ്ച് റോവറിലേക്കൊക്കെ തിരിയാനുള്ള ഒരു കാര്യം? എനിക്ക് ബ്രാൻഡ്സിനോട് ഒന്നും താല്പര്യമില്ല. ഈ പിന്നെ ടീഷർട്ട്സ് ഡ്രസ് ആണെങ്കിലും രഞ്ജത്ത് കൊണ്ട് ബ്രാൻഡ് എഴുതി വെച്ച് നടക്കുന്നതിനോടൊന്നും എനിക്ക് യാതൊരുവിധ ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ഷർട്ട് എടുത്തോണ്ട് വന്നപ്പം ഷർട്ട് ആദ്യം എടുത്ത് നോക്കുന്ന ബ്രാൻഡാ, ഇത് ഏത് ബ്രാൻഡാ എന്ന് എടുത്ത്
ഫസ്റ്റ് എടുത്ത് നോക്കുന്ന, അതായത് ആ ഷർട്ട് ഒന്ന് എടുത്ത് പ്രോപ്പർ ആയിട്ട് എടുത്ത് നോക്കുന്നതിന് പകരം ആദ്യം തന്നെ ഇത് ഏത് ബ്രാൻഡാന്ന് നോക്കി, ആ ഇതാണ് ഇങ്ങനെ, അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നോട്. ഇനി എനിക്കുണ്ടല്ലോ, പിന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഒരു സാധനം ഞാൻ മേടിച്ചു കൊടുക്കൂല. ഇതേ അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും നമ്മൾ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുകാരെ നമ്മളെ വളർത്തിയ കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കൂലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ തങ്കത്തിനെ കുറിച്ച് നോക്കാനായിട്ട് എടുത്തിട്ടുണ്ടോ? അച്ഛനും അമ്മയും പറഞ്ഞു തന്ന എന്തെങ്കിലും കാര്യം? ഞാൻ എടുത്തേക്കുന്ന ഒരു കാര്യം, എന്റെ പപ്പയും മമ്മിയും നല്ലോണം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പപ്പ ഞങ്ങളുടെ കൂടെ ഒരുപാട് കളിക്കുമായിരുന്നു, ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ടൈം. എന്നിട്ട് പപ്പ അതെ മമ്മി അതെ, പപ്പ കൂടുതൽ നേരം കളിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ കണ്ട ഇവരുടെ കൂടെ പപ്പ കിടന്ന് കളിക്കുന്ന കാണാം. അപ്പം അതിന്റെ ഇരട്ടിയായിരുന്നു. അന്ന് പപ്പയ്ക്ക് ഇച്ചിരി കൂടെ യങ് ആണല്ലോ, അന്ന് ഞങ്ങളുടെ കൂടെ അവരും യങ് ആണ്, രണ്ടുപേരും യങ് ആണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു. അത് ഞാൻ ഇപ്പോഴും അച്ഛനോട് പറയും. അത് ആ ടൈം, ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത ആ ടൈം, ഞങ്ങളുടെ കൂടെ കളിച്ച സമയം, ഇതൊക്കെ നമുക്ക് ഇപ്പം ഭയങ്കര, കാര്യം നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിൽ ഇതെല്ലാം എഫക്ട് ചെയ്യും. ഈ ചെറുപ്പത്തിലെ ഈ നല്ല നല്ല മൊമെന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ വലുതായി കഴിയുമ്പം എന്താ ഓർക്കാനുള്ളത്? എങ്ങനെയോ ഞാനങ്ങ് വളർന്നു വന്നു, അത്രേ ഉള്ളതേ ഉള്ളൂ. പിന്നെ നല്ല മെമ്മറീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പേരൻസിനെ കുറിച്ച് ആലോചിക്കാനും ഒന്നും ഇല്ല. അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് ചുറ്റുമുള്ളവരും എല്ലാം പറയുന്നത് കൊണ്ട് ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നു. അത് ഇറ്റ് ഷുഡ് കം ഫ്രം വിതിൻ. ഈ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് ഇനി സിസ്റ്ററിനെ വേണം, ബ്രദറിനെ വേണം എന്നൊക്കെ പറയണ കേട്ടു. ഇതൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അവര് ഈ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇവരുടെ സ്കൂളിൽ ഓരോ പിള്ളേർക്കും ഇങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം വന്ന് എൻ്റെ അടുത്ത് ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞത്. അവരുടെ ക്ലാസ്സിലെ ഒരു കൊച്ചിന് വേറൊരു ബേബി ഉണ്ടായി. അപ്പം ആ ബേബിക്ക് അവരുടെ ഫ്രണ്ട് കൊണ്ടൊരു ടോയ് കൊടുത്തു. ആ ടോയ് മറ്റേ കൊച്ചു വിഴുങ്ങി ആ കൊച്ചു മരിച്ചുപോയി. മരിച്ചുപോയി. ഞാൻ പറഞ്ഞു എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പോ സോംബിയായി വന്നിട്ട് എല്ലാരെയും കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ എന്താ ഉറക്കോ എവിടുന്ന് കിട്ടുന്നത്? സോംബി സിനിമകളൊന്നും കണ്ടിട്ടില്ല. പലപ്പോഴും ഇവര് ക്വസ്റ്റ്യൻ ചെയ്യും തിരിച്ച്, നല്ലതായിട്ട് അവർ ഇൻഡിവിജ്വൽ ആണ് ഇപ്പോഴേ. അതെ, അവർക്ക് അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അവർക്ക് എന്ത് വേണം എന്ത് വേണ്ടാന്ന് അവർക്കറിയാം. അവര് ജീവിച്ചോളും. നമ്മളവരെ നമ്മുടെ രീതിക്ക് വരുതിക്ക് നിർത്തി നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ച് നമുക്ക് വേണ്ട പോലത്തെ ഒരു ടോയ് ആക്കി മാറ്റുന്നതിനോട് എനിക്ക് അഭിപ്രായം ഇല്ല. ഞങ്ങളൊരു എക്സിബിഷന് പോയ സമയത്ത് കൊച്ച് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഈ ഡ്രസ്സ് വേണം. ഞാനൊരു ഡ്രസ്സ് എടുത്തു, എന്നിട്ട് ഇത് കൊടുക്കാവുന്നവരെ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ ഡ്രസ്സ് മതി എന്ന്. അപ്പൊ ഒരു പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞു ഇപ്പോഴേ അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടോ, അമ്മ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, അവൾക്ക് അഭിപ്രായമുണ്ട്, അവൾക്ക് വേണ്ടത് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ടത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അല്ലല്ലോ അവളെ ഇടിപ്പിക്കണ്ടേ. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അവൾ ഇടണ്ടേ. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും കഴിക്കുമ്പോനും അത് കഴിച്ചില്ല എന്റെ കൊച്ചു, അത് കഴിച്ചില്ല എന്റെ കൊച്ചു, പ്രോട്ടീൻ കഴിച്ചില്ല, കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കുന്നില്ല, ആ ടെൻഷനേ നമുക്കില്ല. വേണേ കഴിച്ചു, ഇല്ല കഴിക്കണ്ട, കഴിച്ചില്ല അത്ര സന്തോഷം. അതാണ് കാര്യം. പട്ടിണി കിടന്നുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ പട്ടിണി കിടക്കുന്നതിലാണ് ആരോഗ്യം. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് പട്ടിണി കിടന്നോളാൻ പറയാം. അതിലേക്ക് മമ്മിയൊക്കെ ചില സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറയും അവർക്ക് എന്താ ഈ നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് ഉണ്ടാക്കി കൊടുക്കണ്ട, പിള്ളേരെന്തേലും കഴിക്കണ്ടേ. ഞാൻ പറഞ്ഞു കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട, പട്ടിണി കിടന്നോട്ടെ, ഒരു സാധനവും കഴിക്കണ്ട, വിശക്കുമ്പോ തന്നെ വന്ന് കഴിച്ചോളും. അപ്പൊ അങ്ങനെയൊക്കെ ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ എന്റെ റെസ്ട്രിക്ഷൻ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഓപ്പണാ. എവിടെ ബീച്ചിൽ വിടാനാണെങ്കിലും എവിടെ പോവാനാണെങ്കിലും ഒരു സ്ഥലത്തും പിടിച്ചു നിർത്തില്ല. അവർക്ക് കളിക്കണോ, അവർക്ക് ചാടണോ, ഓടണോ, എന്ത് വേണേലും ചെയ്തോട്ടെ, അപ്പോഴാണ് നമുക്ക് സന്തോഷം. ഓടി കളിക്കുന്ന പിള്ളേരെ എനിക്കിഷ്ടം. മനസ്സിലായി. എൽസൺ ചേട്ടാ, ഈ ചേച്ചിയുടെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു ഏരിയയാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നത്, എസ്പെഷ്യലി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കുറേ ഇങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുമാണ്. അതായത് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് പലരും അടിച്ചുകൊണ്ട് പോകുന്നതും, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ നോക്കിയിരുന്നിട്ട് കിട്ടാതെ പോകുന്നതും മാറ്റുന്നതും അങ്ങനെയൊക്കെ ഉള്ളത്. ഇതൊക്കെ ചേട്ടൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടോണ്ടല്ലേ ഇപ്പൊ ഞാനും ഇൻവോൾവ്ഡ് ആണല്ലേ? അപ്പൊ പിന്നെ അതിപ്പം ഞാനും ഇതൊക്കെ കാണുന്നുണ്ട്. അല്ല, അപ്പൊ ചേട്ടൻ എന്താ ഒരു അനുഭവിക്കുമ്പോ ഉണ്ടാവുന്ന അനുഭവം
എന്നാ വരുന്നിടത്ത് വെച്ച് കാണാന്നല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ കാര്യമില്ല. ചേട്ടന് ടെമ്പർ തെറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല, ടെമ്പർ അങ്ങനെ അതില്ല, ആ കാര്യമില്ല. നമ്മളത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യും, അല്ലാതെ ചൂടാകുന്ന പരിപാടി കുറവാ. ചേട്ടൻ അങ്ങനെ ഇല്ല അല്ലേ? ഈ നമ്മൾ ചൂടാവുന്ന ചിരിച്ചോണ്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാന്നല്ലാതെ ചൂടാകുന്ന പരിപാടി കുറവാ, വളരെ കുറവാ. ആകെ ഞാൻ ചൂടാകുന്ന എനിക്കൊന്ന് പിള്ളേരെ അടുത്ത് തന്നല്ലേ, വേറെ അടുത്ത് ഞാൻ അങ്ങനെ വേറെ ആരോടത്തും ചൂടാവാറില്ല. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട പക്ഷെ ഭയങ്കര ദേഷ്യപ്പെടും. ഞാൻ വിഷമിച്ച പിന്നെ ഇപ്പൊ സിനിമയുടെ ഇതിലാണെങ്കിലും ഞങ്ങള് രണ്ട് സൈഡ്, ഇവള് കുറച്ച് റേസ് ആവും അവിടെ സെറ്റിലൊക്കെ, ഞാൻ ചിരിച്ചോണ്ട് സാരമില്ല അങ്ങനെ ആ രീതി ഡീൽ ചെയ്യും. അതെ. ചേച്ചി ഒരു സെറ്റില് ആ ആർട്ടിസ്റ്റിനോട് അവസാനം സോറി പറയിപ്പിച്ച ആ ഒരു സംഭവം ഉണ്ടായില്ലേ? അതായത് ഇനി ഈ ആർട്ടിസ്റ്റ് എന്നോട് വന്ന് സോറി പറയാതെ ഞാൻ ഈ പരിപാടി ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സംഭവം ഇല്ലേ ചേച്ചി? ഇത് വേറെ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ എന്താകുമായിരുന്നു? ആ സിനിമ ഇറങ്ങുമായിരുന്നോ? ഉറപ്പായിട്ടും. ആണോ? ഉറപ്പായിട്ടും ഇറങ്ങും. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു മേക്ക് ബിലീഫാ. എല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അല്ല എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നതൊക്കെ. ഇപ്പൊ നമ്മളിപ്പം ഒരു സീൻ ഇപ്പൊ ഇവിടെ ഈ മുറി വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സീൻ ചിലപ്പോ ഇതിന്റെ പകുതി ഷൂട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു മുറി ഇതേപോലെ തന്നെ ഇരിക്കുന്ന മുറിയിലായിരിക്കാം. അപ്പൊ ആ ആർട്ടിസ്റ്റിന് പകരം എത്രയോ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ ഇപ്പൊ ഈ അടുത്ത് തന്നെ കമൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. മറ്റേ പ്രശാന്തിന് പകരം ചാക്കോച്ചനെ തന്നെ വെച്ചിട്ട് നിറത്തിന്റെ തമിഴ് ചില ഭാഗങ്ങളിൽ അതാണ് യൂസ് ചെയ്തേക്കുന്നത്, അറിയത്തില്ല. ചില കുറെ സ്ഥലങ്ങളിൽ ശാലിനിയുടെ ഡ്യൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മള് ആർട്ടിസ്റ്റ് സഹകരിച്ചില്ലേലും പടം തീരും. അതിന് അങ്ങനെ ഞാൻ പറയുന്നു അങ്ങനെ ഒരുപാട് സീനുകളല്ല, എന്നാലും കുറച്ചൊക്കെ അതൊന്നും സിനിമ ഒരു മേക്ക് ബിലീഫാ. അതെ അതെ. ഈ ചേച്ചിയെ കുറിച്ച് സെറ്റിൽ കേട്ടേക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താ ചേട്ടാ? ഇല്ല, അങ്ങനെ കേൾക്കാൻ വളരെ കുറവാണ്. വിൽസൺ ചേട്ടൻ ഈ സാന്ദ്ര ചേച്ചി ലൈഫിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഫീൽഡിലേക്ക് വരുമായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ആണ്. ഇപ്പൊ പക്ഷെ ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? ഇഷ്ടപ്പെട്ടു. ആണ്. ചേട്ടൻ വിചാരിച്ചാലും എന്തെങ്കിലും വ്യത്യാസം ഈ ഫീൽഡിന് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പം വെളിയിൽ നിന്ന് കാണുന്ന പോലെ ഈ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ അടുത്ത് കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്താ? അതാരാണ് ഫോർ എക്സാമ്പിൾ? മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നമുക്കെന്നെ ഇഷ്ടമായിരുന്നു, ചെമ്പനെ ഇഷ്ടമായിരുന്നു, ചെമ്പനെ ജഗതി ചേട്ടനൊക്കെ ഇഷ്ടമായിരുന്നു. കാണുമ്പോ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. വേറൊരു വിറ്റേക്കണം. ചെമ്പൻ ഇങ്ങോട്ട് വരികയാണ്, ഇവിടെ വൻ പറഞ്ഞ എന്റെ വണ്ടിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ഇടണം, വണ്ടിയുടെ അവിടെ നിന്ന് ഇത്ര മാറ്റിയിടണം, ചെമ്പന്റെ വണ്ടി അവിടെ മാറ്റിയിടണം, ഇവിടെ എന്റെ വണ്ടി ഇവിടെ കിടക്കുകയാണ്, ഇതാണ് അല്ലെ അവിടെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വൻ ബഹളം. സമാധാനം തരുന്നില്ല, ഞാൻ വേണം വെച്ചോണ്ടിരിക്കുക. ചെമ്പൻ വന്നു, വന്നു കഴിഞ്ഞിട്ട് കുറച്ചേരം വർദ്ധന ഒരു ഫോട്ടോ എടുത്തോട്ടെ. അത്ര നേരം ചില 2-3 പേരെ എനിക്ക് ഇഷ്ടമുള്ളൂ. ഞാൻ ആരുടെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ചോദിക്കല്ലേ, ആര് വന്നാലും ഇപ്പം മമ്മൂട്ടിയെ കണ്ടിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ഞാൻ പറയത്തില്ല. ദുൽഖർ എനിക്ക് ഞാൻ അങ്ങനെ ചില ആൾക്കാരെ നമുക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുണ്ടല്ലോ, അവരെ മാത്രം. പക്ഷെ അതെവിടെ പോസ്റ്റ് ചെയ്യത്തില്ല ഞാൻ, മെമ്മറി ആയിട്ട്. അതിന് മുമ്പത്തെ സീനാണ്. ഞാൻ അപ്പൊ തന്നെ ഞാൻ ചെമ്പനോട് പറഞ്ഞു, എന്റെ പൊന്നു സമാധാനമില്ലായിരുന്നു ഇത്ര എനിക്ക് അങ്ങനെ ലൈസൻസ് ഇല്ല, അങ്ങനെ ഒറ്റബുദ്ധി എന്ന് പറയും. മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും പറയേണ്ട കാര്യം പറയും, അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ. എങ്ങനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആരാ ചേട്ടാ? എനിക്ക് അങ്ങനെ ആക്ടിങ്ങിൽ എനിക്ക് ഇഷ്ടം ശോഭനയും ഉർവശിയൊക്കെ. ആക്ടിങ്ങിൽ, അഭിനയത്തിലൊക്കെ. വ്യക്തിപരമായിട്ട് അങ്ങനെ ആരെങ്കിലും അടുത്ത് ഇടപെടാൻ? ഇല്ലല്ല, അങ്ങനെ എനിക്ക് ഇഷ്ടമാട്ടോ ഒരാളെ. അതാരാ? സായി പല്ലവി ആണ്. പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സ് ആണ്, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, ഇതൊക്കെ ചെയ്യും. എനിക്ക് ആ കൊച്ചിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, ചൂസ് ചെയ്യുന്ന സിനിമകൾ ഇഷ്ടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. നല്ല വ്യക്തിപരമായ വല്ല അഭിപ്രായങ്ങളുള്ള കുട്ടിയാണ്. അതെ അതെ അതെ. എനിക്ക് അതുകൊണ്ട് സായി പല്ലവിനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ഒരു മൂവിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇനി എന്താണ് ചേട്ടാ നിങ്ങളുടെ ഇതൊരു മൂവി പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന്റെ ഒരു ഫീൽഡ് എന്താണ്? ഇപ്പൊ ഇതിലേക്ക് വന്നിട്ടുണ്ട്, മൂവി പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പ്രൊജക്ട് ഒക്കെ ചെയ്യണം എന്നുള്ള ഇതിൽ നിന്ന് ഇരിക്കുകയാണ്. ഞാൻ മിക്കവാറും ഡാറ്റ കുറഞ്ഞു, എനിക്ക് വയ്യ ടെൻഷൻ എടുക്കാനായിട്ട്. അല്ല, അത് കഴിഞ്ഞാൽ ചേട്ടന്റെ ഒരു ഇഷ്ടം എവിടെയാണ്? ട്രാവലിംഗ്. ആണോ? ട്രാവൽ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പോണെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ട്രാക്ക് ചെയ്ത് ഞാൻ ഇപ്പൊ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഒന്ന് ചെന്നൈ വരെ പോയാലോ, ബാ ഇറങ്ങിക്കോ, ബാ ഡ്രസ് എടുത്തു, ബാ പോവാം, ഇപ്പൊ തന്നെ പോവാം, റെഡിയാ. അത് ഡ്രൈവ് ചെയ്ത് പോണം, ഒരു സെക്കൻഡ് തോട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കിട്ടാനും പാടാ ചേച്ചി. പക്ഷെ ഒരു കാര്യമില്ല, അവിടെ സൈഡിൽ ഇരുന്ന് ഉറങ്ങും. എന്നോട് പറയുകയും ചെയ്യുവേ, നീ ഉറങ്ങുന്നില്ലേ എന്നാത്തിനാന്ന് എനിക്കറിയത്തില്ല, നീ ഉറങ്ങുന്നില്ലേ? കേറി കഴിഞ്ഞ ഒരു 5 മിനിറ്റ് നീ ഉറങ്ങുന്നില്ലേ, നീ ഉറങ്ങുന്നില്ല എന്നുള്ള
ചോദ്യം കേട്ട് ഞാൻ ഉറങ്ങും. ഈ ലിറ്റിൽ ഹാർട്സ് പഠിപ്പിച്ച ഒരു പാഠം എന്താ ചേച്ചി? കുറച്ചുകൂടെ പ്ലാനിങ് വേണമായിരുന്നു തോന്നി. അത് പ്രത്യേകിച്ച് ഒരു കോമഡി പടം ചെയ്യുമ്പോൾ ഹ്യൂമർ ഇതാണല്ലോ, കുറച്ചുകൂടെ ഒരു ഡേയ്സ് ഒക്കെ ഒന്നുകൂടെ പ്ലാൻ ചെയ്യണമായിരുന്നു. കാര്യം നമ്മൾ മറ്റ് ജോണർ ചെയ്യുന്ന പോലെ അല്ല കോമഡി. കോമഡി ചെയ്യുമ്പോ നമ്മൾ ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യാൻ വിടണം. അപ്പം ആ സമയത്തായിരിക്കും പല ഇംപ്രൊവൈസേഷനും വരുന്നത്. അപ്പൊ ചിലപ്പോ ഒരു സീനൊക്കെ എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അത് മറ്റുള്ള സിനിമകളിൽ അങ്ങനെ ഇല്ല. ഒരു ത്രില്ലർ പടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോണർ ആണെങ്കിൽ ആ പ്രശ്നമില്ല, എല്ലാത്തിനും പ്രോപ്പർ ഷോർട്ട് ഡിവിഷൻ ഉണ്ടാവും. പക്ഷെ ഒരു കോമഡി സിനിമ ചെയ്യുമ്പോൾ നമ്മള് പെർഫോമൻസിന് എന്താണോ അതനുസരിച്ച് വേണം ഷോർട്ട് ഡിവിഷൻ ഉണ്ടാക്കാൻ. മനസ്സിലായി. അപ്പൊ അതാണ് ഈ ടൈം എടുക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കാൽക്കുലേഷനിൽ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ടൈം എടുക്കുന്നുള്ള. ഞാനിപ്പോ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആഡ് ചെയ്തപ്പോഴും ഇങ്ങനൊരു അനുഭവമല്ല. ഓരോ സിനിമയും ഓരോ ലെസണാണ്. ഷെയ്ൻ, മഹിമ എല്ലാവരും ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ള യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു സിനിമ. ഈ യങ്സ്റ്റേഴ്സിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചേച്ചി നോട്ടീസ് ചെയ്തോ? അവരെല്ലാം ഡെഡിക്കേറ്റഡാ, ഭയങ്കര എല്ലാരും ഭയങ്കര ഇൻവോൾവ് ആണ്. ഭയങ്കരമായിട്ട് ക്യാരക്ടറിലേക്ക്, പ്രത്യേകിച്ച് ഷെയ്നൊക്കെ ആ കട്ടപ്പന സ്ലാങ് പിടിച്ച് ഒരു പഴയ ലാലേട്ടനെ കാണുന്ന പോലെ ആയിരുന്നു എനിക്ക്. നമ്മള് ആ മുണ്ടൊക്കെ എടുത്ത് കൈ ഇങ്ങനെ ആ മുണ്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബാക്കിലൊക്കെ കൈ കെട്ടിയൊക്കെ ആ കട്ടപ്പനക്കാരൻ എങ്ങനെയാണോ ഒരു സാധാരണക്കാരൻ. അപ്പൊ എറണാകുളത്ത് ജനിച്ച് വളർന്ന ഒരു പയ്യൻ, ഈ കാലത്ത് പയ്യൻ അങ്ങനെ പോയി കട്ടപ്പനയിൽ പോയി ഒരു സാധാരണക്കാരനായിട്ട് നിൽക്കാൻ പറ്റുക, അതുപോലെ ചെയ്യാൻ പറ്റുക, അതുപോലെ ആ സ്ലാങ് പിടിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അത് അവൻ്റെ അടുത്ത് എഫേർട്ടാ. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും അത് കാണുമ്പോൾ സന്തോഷം നമുക്ക്. എല്ലാ ആർട്ടിസ്റ്റും അതെ. ഇതിനകത്ത് ഒരു പാട്ട് ഡാപ്സി പാടിയിട്ടുണ്ട്. അപ്പം ഞാൻ പല റെക്കോർഡിങ്ങിനും പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പല പടങ്ങളിലും റെക്കോർഡിങ് നടക്കുമ്പോഴെല്ലാം പോവാറുണ്ട്. അപ്പം ഈ ഡാപ്സിയുടെ റെക്കോർഡിങ് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം, അവിടെ തന്നെ ലിറിക്സ് ഉണ്ടാക്കുന്നു, തന്നെത്താൻ ലിറിക്സ്. സാധാരണ വേറെ ലിറിക് റൈറ്റർ ഉണ്ടാവുമല്ലോ, ഇത് തന്നെത്താൻ ലിറിക്സ് ഉണ്ടാക്കുന്നു, അവിടെ നിന്ന് പാടി നോക്കുന്നു. എന്നിട്ട് അത് ഡാപ്സി എന്ന് പറയുന്ന ഒരു മലപ്പുറംകാരനാണ്. ഇപ്പം മണവാളൻ തഗ്ഗൊക്കെ പാടിയ ഒരു മലപ്പുറംകാരൻ ഈ പറയുന്ന കട്ടപ്പന സ്ലാങ്ങിൽ ഒരു പാട്ട് പാടുക, അവിടുത്തെ വേർഡ്സ് യൂസ് ചെയ്യുക, അവിടുത്തെ വേർഡ്സ് അത് ലിറിക്സിൽ അത് കൊണ്ടുവരിക. അതൊക്കെ അപ്പൊ എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു അത് കാണുന്നത്. ആർട്ടിസ്റ്റ് എഫേർട്ട് എടുക്കുന്ന കാണുമ്പോ. ഇപ്പൊ ഷെയ്നാണെങ്കിലും ഷൈനാണെങ്കിലും ഒക്കെ ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര നിങ്ങള് എന്നോട് ഇപ്പൊ ബാബുചേട്ടൻ തന്നെ കളിയാക്കി എന്നോട് പറയാറുണ്ട്. സാധാരണ ഇപ്പൊ സെറ്റിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ ഷെയ്നാണേലും ഷൈനാണേലും ബാബുചേട്ടനാണേലും ഒക്കെ. ക്ഷമിച്ചേട്ടൻ അപ്പൊ ബാബുചേട്ടൻ എന്നോട് കളിയാക്കി പറയാം, സാൻഡ്ര ഈ പടത്തിൽ എല്ലാരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്താ കൂടുതൽ സിനിമകളിലേക്ക് തിരിയോ? അതെ കൂടുതൽ സിനിമകൾ എടുക്കുക. ഞാൻ പോവാ, ഈ വഴിക്കില്ല. ഇവളെടുത്തില്ലേലും ഞാൻ എടുക്കും. പക്ഷെ ഇത്രയും നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജറെ കണ്ടെത്താൻ ഇവളാണ് എന്റെ സ്ട്രെങ്ത്. വല്ലപ്പോഴും ഇത് എന്റെ ഇന്റർവ്യൂ ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഗംഭീരാവട്ടെ. ഇത് ഉറങ്ങിക്കിടന്ന ആള് പതുക്കെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. അപ്പൊ ലിറ്റിൽ ഹാർട്സിന് എല്ലാവിധ ആശംസകളും. എല്ലാവിധ ആശംസകളും. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.